പ്ലീസ്. ടീച്ചർ, ഇതിനു മുൻപ് നിങ്ങൾ എവിടെയായിരുന്നു? കുറച്ചുനാൾ മുൻപ് വരെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. പാർട്ട്നേഴ്സ് തമ്മിൽ എന്തോ തർക്കങ്ങളുണ്ടായതുകൊണ്ട് സ്കൂൾ പൂട്ടി. അതിനുശേഷം ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഇറ്റ്സ് ഓക്കെ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇവിടെ ഞാനും മോള് മാത്രാ. ഓ, മായ പകലിവിടെ ഉണ്ടാവും ഹെൽപ്പിന്. ഈവനിങ് അവർ വീട്ടിലേക്ക് പോകും. അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല. ഷീ ഈസ് സ്പീച്ച് ഇംപയർഡ്. വർക്കിൽ ബിസി ആയതിനാൽ എന്നെക്കൊണ്ട് അവളുടെ സ്റ്റഡീസിലൊന്നും ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സൊല്യൂഷൻ. ഇതിനു മുൻപ് അപ്പോയിൻ്റ് ചെയ്തവരുമായിട്ട് അവൾ സിങ്ക് ആവുന്നില്ല. അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് അവരുടെ പ്രോബ്ലംസ് എന്ന് പറയുന്നില്ല, എൻ്റെ മോളുടെ സൈഡും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. കുറച്ച് കുറുമ്പുണ്ട്. അതുകൊണ്ട് അവളെ ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ച് കഷ്ടമാണ്. ഞാനിതൊന്നും പറഞ്ഞ് ടീച്ചറിനെ ടെൻഷനാക്കുന്നതല്ല, ബട്ട് നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടതിന് ശേഷം ഉള്ളിലൊരു പോസിറ്റീവ് ഫീൽ. അവള് ടീച്ചറോട് സിങ്ക് ആവുമെന്ന് എനിക്ക് ഹോപ്പുണ്ട്. ടീച്ചറിന്റെ പേരെന്താന്നാ പറഞ്ഞേ? തൃഷ. ഓ, തൃഷ. ദാറ്റ്സ് നൈസ് നെയിം. ടീച്ചർ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ, ഫ്രഷ് ആയിക്കോളൂ. ഞാൻ റൂം കാണിച്ചുതരാം. ഓക്കെ. കം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. സൗകര്യങ്ങൾ കുറവാണെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല, ഇത് തന്നെ ധാരാളം. എങ്കിൽ ടീച്ചർ ഫ്രഷ് ആയിക്കോളൂ. അത് കഴിഞ്ഞ് മോളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ. അവൾ നന്നായി പഠിക്കും, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ആരോടും ക്ലോസ് ആവുന്നില്ല. സ്ലൈറ്റ് ഒരു ഇറിറ്റേഷൻ വന്നാൽ ഷീ ജസ്റ്റ് സ്റ്റാർട്ട് ഷൗട്ടിങ്. ഡ്രോയിങ്, പെയിൻറ്റിങ് എല്ലാം ചെയ്ത് എപ്പോഴും റൂമിൽ തന്നെ. ഇതാ മോള്, വാ. നിക്കി, ഞാൻ പറഞ്ഞില്ലേ ഒരു പുതിയ ടീച്ചർ വരുന്നുണ്ടെന്ന്. ഇതിന് മുൻപേ വന്ന ടീച്ചേഴ്സിനേക്കാളും ഈ ടീച്ചറെ നിനക്ക് ഇഷ്ടപ്പെടും, നോക്കിക്കോ. എനിക്കിഷ്ടപ്പെട്ടില്ല. നിക്കി, ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? എഴുന്നേറ്റ് വന്ന് സ്വയം പരിചയപ്പെടുത്തൂ. ഗെറ്റപ്പ്. നിക്കി, I am Nikita. You can call me Nikki. I am studying 2nd standard. I like drawing, coloring and hearing music. Don't teach me. I don't like that. Your name? തൃഷ. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ തൃഷയെ പോലെയല്ലല്ലോ. തൃഷ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സിനിമയിൽ മാത്രം. ടീച്ചറായി കാണാൻ ഇഷ്ടമല്ല. ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടീച്ചർ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, വരൂ. അവളുടെ പെരുമാറ്റത്തിൽ ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു ടീച്ചർ. ഇറ്റ്സ് ഓക്കെ, അവള് കുട്ടിയല്ലേ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അവളെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് കഷ്ടമാണെന്ന്. ഒരുപാടൊന്നും ലാളിച്ചിട്ടില്ല, എന്നാൽ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. എൻ്റെ അമ്മ അവളുടെ ഗ്രാൻഡ്മ മരിച്ചതിന് ശേഷമാണ് ഇങ്ങനെയായത്. ഗ്രാൻഡ്മയുമായി വലിയ അടുപ്പത്തിലായിരുന്നു. അമ്മ മരിച്ചത് അവൾക്കിനിയും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എപ്പോഴും അമ്മയുടെ റൂമിൽ തന്നെയാ കഴിക്കുന്നത്, ഉറങ്ങുന്നത് എല്ലാം അവിടെ തന്നെ. നിങ്ങളുടെ അമ്മ എങ്ങനെ? കാഷ്വൽ ഡെത്ത് ആയിരുന്നു. ഏജ് ആയില്ലേ, അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അമ്മയുണ്ടായപ്പോഴും നിറയെ കുറുമ്പ് കാണിക്കുമായിരുന്നു. അതേക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ടീച്ചർക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി,
നമുക്ക് ഒരുമിച്ച് പോവാം. ഇവിടുന്ന് ടൗൺ കുറച്ച് ദൂരെയാ. ഓക്കെ. ഓക്കെ. പഠിപ്പിക്കുന്നതൊന്നുമല്ല പണി, പഠിപ്പിക്കുന്ന ആളെ മനസ്സിലാക്കി എടുക്കണം, അതാണ് പണി. അത്രയ്ക്ക് പ്രശ്നക്കാരിയാണോ കക്ഷി? കുറച്ച്. ജെസി, അജയ് പിന്നെ വന്നിരുന്നോ? നീ എവിടെ പോയെന്ന് ചോദിച്ചു. കൊറേ ബഹളം ഉണ്ടാക്കി. ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു. അതവനത്ര വിശ്വാസമൊന്നും ആയിട്ടില്ല. അവൻ ഇനിയും ഉറപ്പായും വരും. ഇനി എന്തായാലും നിനക്കൊന്നും അറിയില്ലെന്ന് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ നമ്പർ ചേഞ്ച് ചെയ്തതുകൊണ്ട് അവനെന്നെ അത്ര എളുപ്പത്തിലൊന്നും റീച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി എനിക്ക് ആ റിലേഷൻ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഹീസ് എ ഡെവിൽ. എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഞാൻ വിളിച്ചോളാം. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മായ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ ജോലികൾ മാത്രമേ ഉള്ളൂ. തന്നേക്ക്, ഞാൻ കൊണ്ടേ കൊടുത്തോളാം. അത്രയ്ക്ക് വേണോ? രാവിലത്തെ അവളുടെ പെർഫോമൻസ് ടീച്ചർ കണ്ടതല്ലേ. സാരല്ല, തന്നോളൂ. ഇങ്ങനെയല്ലേ എനിക്ക് അവളെ മനസ്സിലാക്കി എടുക്കാൻ പറ്റൂ. ടീച്ചറിന്റെ ഇഷ്ടം. മേ ഐ കം ഇൻ? ഹലോ. ഇവിടുത്തെ എവിടെ പോയി? ഞാൻ വെറുതെ ഐ എം സോറി. നീ എന്നോടുള്ള ദേഷ്യം കാരണം പാല് കുടിക്കാതിരിക്കണ്ട. ഗുഡ് നൈറ്റ്. എങ്ങനെയുണ്ട് നിന്റെ പുതിയ ടീച്ചർ? ആസ് യൂഷ്വൽ ബോറിംഗ്. അപ്പോ ഈ ആഴ്ച തന്നെ ഓടിക്കോ? ട്രൈ ചെയ്തോണ്ടായിരിക്കുന്നേ, മിക്കവാറും ഉടനെ ഓടും. നിക്കി, മമ്മി പോയിട്ട് വരാം. ബൈ. ബൈ. പോവാം. ബൈ. നിന്റെ ട്രിക്സ് ഒക്കെ നിന്റെ കൈ തന്നെ വെച്ചാ മതി, കേട്ടല്ലോ? ഇത്രയും നാൾ ഞാൻ നിന്റെ നല്ലൊരു ഫ്രണ്ട് ആവണമെന്നാ വിചാരിച്ചത്. പക്ഷെ നീ എന്തായാലും ഫ്രണ്ട് വേണ്ട, ടീച്ചർ ആയാ മതി. ഷാർപ്പ് 9 o'clock സ്റ്റഡി റൂമിൽ ഉണ്ടായിരിക്കണം. ഡു യു ഗെറ്റ് മീ? സേ യെസ് ഓർ നോ. യെസ്. ഓക്കേ. മറക്കണ്ട, ഷാർപ്പ് 9 o'clock. ഓപ്പോസിറ്റ് സൈഡ് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന വിറ്റ്നസും അതേക്കാൾ സ്ട്രോങ് ആയിരിക്കണം. യെസ് മാഡം. പിന്നെ ഈ കേസ് കഴിയുന്നത് വരെ വിക്ടിമിന്റെ ഫാമിലിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ നിർബന്ധമാണ്. ഓക്കെ മാഡം. പിന്നെ
സമയമായി, നമുക്കിറങ്ങാം. ഓക്കെ, ഞാൻ 5 മിനിറ്റ്സിൽ വരാം. ഓക്കെ മാം. നിനക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ചാപ്റ്റർ. ഞാൻ ഹാഫ് ആൻ അവർ സമയം തരും, അതിനുശേഷം റിവിഷൻ. അപ്പൊ ഞാൻ പറഞ്ഞാ നീ കേക്കും. ഗ്രാൻഡ്മ മരിച്ചതിന് ശേഷമാണ് നീ ഇങ്ങനെ ആയതെന്ന് പറഞ്ഞല്ലോ. പോയവരെ തിരിച്ചു വരില്ലല്ലോ. അതിന് ജീവിച്ചിരിക്കുന്നവരായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഗ്രാൻഡ് മരിച്ചെന്ന് ടീച്ചറോട് ആര് പറഞ്ഞു? ഗ്രാൻഡ് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. നിക്കിയുടെ അമ്മേനെ എന്നോട് പറഞ്ഞത് ഗ്രാൻഡ്മ മരിച്ചുവെന്ന്. അമ്മ പറഞ്ഞത് ശരിയാ, പക്ഷെ മരിച്ചതിനു ശേഷം ഗ്രാൻഡ് പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. മുൻപ് വന്ന ടീച്ചേഴ്സൊക്കെ ഇവിടെ നിന്ന് പോകാൻ കാരണം ഞാനല്ല, അവരെയൊക്കെ ഓട്ടിച്ചു വിട്ടത് ഗ്രാൻഡ്മയാ. ഗ്രാൻഡ്മയുടെ സോൾ ഇവിടെ തന്നെ ഉണ്ട്. ഗ്രാൻഡ്മയ്ക്ക് എന്താ ടീച്ചർമാരോട് ഇത്ര ദേഷ്യം? ഗ്രാൻഡ്മയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് ഇഷ്ടമില്ലാത്തവര് ഗ്രാൻഡ്മയ്ക്കും ഇഷ്ടമല്ല. നിക്കിയുടെ ഗ്രാൻഡ്മയെ നേരിട്ട് കാണാൻ എന്താ വഴി? ടൈം ആകുമ്പോൾ ഗ്രാൻഡ്മ തന്നെ ടീച്ചറിന് മുമ്പിൽ വരും. അപ്പൊ ടീച്ചർ പേടിക്കാണ്ടിരുന്നാ മതി. നീ വെറുതെ ടൈമില്ല, എനിക്ക് പഠിക്കണം.